ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. ഒരു 9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നാണെങ്കിലും ഓഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോവണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് അമ്പലത്തിൽ പോകണം. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം നമുക്കൊന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അപ്പോൾ നമുക്ക് പൊക്കത്താണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തോട്ട് പോയിട്ട് നമുക്ക് അമ്പലത്തിൽ പോണ വ്ളോഗും അതുപോലെ തന്നെ ഡാൻസിൻ്റെയും ഇന്നത്തെ ഒരു ദിവസം ഫുൾ എടുക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നില്ല. ഓഫ് കിട്ടുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കുള്ളൂ കിട്ടുന്നത്. അതാണെങ്കിൽ ഒന്നിൽ ഡാൻസ് ക്ലാസ്സും അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് കാണാം. അപ്പോൾ കർക്കിടക മാസം തുടങ്ങിയ 1-ാം തീയതി എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് നൈറ്റായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണമായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇന്നാണ് ഞാനിന്ന് പോകുന്നത്. ഇന്ന് എനിക്ക് ഓഫാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പോകാൻ പറ്റണത്. അല്ലെങ്കിൽ ആ ഒരു തിരക്കിനിടയ്ക്ക് നമുക്ക് പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വെച്ചാൽ ഒരുപാട് വൈകും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ള ഈ ഒരു അമ്പലം, അതായത് ഞങ്ങളുടെ നാട്ടിലുള്ള തലക്കാട്ട് എന്ന് പറയുന്ന അമ്പലം. ഇത് വന്നിട്ട് നമ്മുടെ മിക്ക വീഡിയോസിലും എല്ലാ അമ്പലങ്ങളിൽ പോകുന്ന വീഡിയോസിലും ഈ ഒരു അമ്പലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാമായണം ചൊല്ലാനായിട്ട് ഇവിടെ അപ്പന്മാരൊക്കെ ഇരിപ്പുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ വല്യമ്മമാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 8:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ പൂജയും കാര്യങ്ങളും. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം പായസവും എല്ലാം കൂടെ എൻ്റെ കയ്യിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. കാരണം പായസം പോവല്ല, എനിക്ക് കിറ്റിലായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പാത്രമൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലുള്ള ബാലവല്ലിച്ചൻ കിറ്റിലായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നേരെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് വർക്ക് കൊടുത്തുവിടാനുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്രെയിംസും പോളറോഡും റിംഗ് ആൽബമൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ട് നേരെ റെഡിയായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഡാൻസിലാണെന്നുണ്ടെങ്കിൽ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം വൈകി. പിന്നെ അതും കൂടി ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഒരു 9:50 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ 9:30ക്കാണ് ഡാൻസ് വന്നിട്ട്. അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് എത്തി. എനിക്ക് ഡാൻസ് ക്ലാസ്സിലെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നും അല്ല, ഞാൻ ചെന്നപ്പോൾ കടവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞപ്പോൾ എടുക്കാൻ എഴുതിയപ്പോഴാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ്, അതായത് നാളെ എനിക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ 2 ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എനിക്ക് പിള്ളേരെയൊക്കെ വിട്ടതിന് ശേഷം എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് കഴിക്കണം. അതിന് മുന്നേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാറിന് സമയം വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ വേഗം പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് 9:30 ഡാൻസ് ക്ലാസ് ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു 9:50 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ ഇനി ഇതൊക്കെ ഫുഡും കഴിച്ചിട്ട് നേരെ കുറച്ച് വീഡിയോസ് എടുക്കണം. അതായത് നമ്മുടെ ഓണത്തിൻ്റെ ഹാമ്പറുകളുടെ അതുപോലെ ജാസ്മിൻ ഹെയർ ആക്സസറീസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഇന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നാളെ ഞായറാഴ്ച എനിക്ക് പോകണം കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ സേവ് ചെയ്തില്ലേ, എങ്ങനെയോ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ലീവുള്ള ദിവസം ഒരിക്കലും പകൽ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നൊരു സ്വഭാവം ഉള്ളത്. അങ്ങനെ നേരെ പിന്നെ വീഡിയോ എടുക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരൊറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മെയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് മെയിനായിട്ട് എടുക്കാനുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോക്സ് ഉണ്ടാക്കണം. അതുപോലെ ഒന്ന് റേഷൻ കടയിൽ പോകണം. അതൊക്കെ നമ്മുടെ ഇന്നത്തെ പണിയാണ്. കാരണം നമുക്ക് ഓഫുള്ള ദിവസം എല്ലാം ചെയ്ത് തീർത്തിരിക്കുമെന്ന്. എങ്ങനെയാണ് ഗിരിയേട്ടൻ്റെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സെറ്റപ്പ്. അതുപോലില്ലേ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കണമെന്ന് കാണിച്ചു തരാവേ. ഞാൻ ഏകദേശം ഒരു ഉച്ച ടൈമിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും എടുക്കുന്നത്. ഓഫുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ പൊക്കത്തായിരിക്കും എടുക്കുന്നത്. ഇവിടെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും. പക്ഷേ നമ്മളൊന്നും എടുക്കും. താഴത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഓൺ വോയിസിൽ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ആ ഒരു ചമ്മൽ മാറി വരുന്നുള്ളു. ഞാൻ കൂടുതൽ വോയിസ് ഓവറാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും ടെറസിൻ്റെ ഒക്കെ തണിട്ടാണ് വന്നിട്ട് ചെയ്യാറുള്ളത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് കാണിച്ചു തരാവേ. ഞാൻ ഇങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത്. ഇതെൻ്റെ 2019 ഒരു ട്രൈപ്പോഡാണ് കേട്ടോ. 19 എനിക്ക് അച്ഛനമ്മയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്രൈപ്പോഡാണ് ഇത്. വന്നിട്ട് ആ ഒരു ടൈമിൽ ഞാൻ റീൽസൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ.
അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വാങ്ങിച്ചു തന്നിരുന്ന ട്രൈപ്പോഡാണ്. ആ ഒരു സമയത്ത് തന്നെ ഇത് ഏകദേശമൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ടിത് ഈർക്കിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഇനി ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള യൂസിനൊക്കെ ഞാൻ ഈ ഒരു ട്രൈപ്പോഡാണ് യൂസ് ചെയ്യാറ്. മാക്സിമം ഞാനിത് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഈ ട്രൈപ്പോഡാണ്. അതായത് ഇത് കണ്ടോ, ഇതിങ്ങനെ വിട്ടു പോരും. അതായത് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴൊക്കെ വിട്ടു പോരും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊലപ്പൂത്തി വെക്കും, കാരണം കളയാനായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയുള്ള ടെറസിൻ്റെ പൊക്കത്ത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് ഈ ട്രൈപ്പോഡാണ് യൂസ് ചെയ്യണത്. അതിനുശേഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഡ്രിങ്ക് ലൈറ്റും ട്രൈപ്പോഡും കൂടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലായിരുന്നു പിന്നെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാൻ ഇതാണ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേത് കുറച്ച് വലുപ്പമുണ്ട്, നല്ല വലുപ്പമുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ ആ ഒരു +2 എക്സാമിൻ്റെയൊക്കെ ആ ഒരു ടൈമൊക്കെ ആവാറായപ്പോൾ ഈ വീഡിയോസ് എടുക്കൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാനൊരു ട്രൈപ്പോഡെല്ലാം ചട്ടൻ്റെ ഒക്കത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവിടെ ഇരുന്ന് ഏകദേശം തുരുമ്പെടുത്ത് ആ റിംഗ് ലൈറ്റിൻ്റെ അതൊക്കെ എന്തൊക്കെയോ കംപ്ലൈൻ്റൊക്കെ പറ്റി ഇരുന്ന് നശിച്ചതാണ്. അല്ലാണ്ട് ഒരു വർഷത്തോളം അതവിടെ ഇരുന്ന് നശിഞ്ഞ്. പിന്നെ ഞാനിപ്പോൾ എടുത്തതിന് ശേഷം പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വേറെ വാങ്ങിച്ചിട്ടില്ല. ഓർഡർ ചെയ്യണം എന്ന് എനിക്കുണ്ട്, ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതി എന്ന് കരുതി ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ നല്ലൊരു ട്രൈപ്പോഡ് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റിംഗ് ലൈറ്റ് മതി, ട്രൈപ്പോഡ് നമുക്ക് ഉണ്ട്. അങ്ങനെ അതും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്ത് പോകണം. അതുപോലെ തന്നെ നേരെ റേഷൻ കടയിൽ പോകണം കേട്ടോ. അച്ചാമ്മയുടെ ഒപ്പം റേഷൻ കടയിൽ പോകണം. കാരണം വെച്ചാൽ മാസം അവസാനം ആവാറായി, അതുകൊണ്ട് തന്നെ പോകണം. എനിക്ക് ലീവുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഈ വക പരിപാടികളെല്ലാം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് പോയി വന്നതിന് ശേഷം മേലൊക്കെ കഴുകിയതിന് ശേഷം വേണം നമുക്ക് തുളസി പറിച്ച് വയ്ക്കാനുണ്ട്. അതായത് നാളെ നമുക്ക് മാല കെട്ടി കൊടുക്കണം. തുളസി മാല കെട്ടിയിട്ട് എല്ലാ ദൈവങ്ങളും കൊടുക്കണം എന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത്. പക്ഷേ ടൈം അങ്ങനെ കിട്ടലില്ല. പക്ഷെ ഇന്നിപ്പോൾ ഓഫാണുള്ള വൈകുന്നേരം മെലിയതിന് ശേഷം നമുക്ക് ഇരുന്ന് പറിച്ച് ഫുള്ള് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കാനാണ് ചെയ്യണത്. അതായത് വൈകുന്നേരം ഉള്ള ഒരു രാത്രി ആകുമ്പോഴേ കെട്ടുള്ളൂ നമ്മൾ. അങ്ങനെയാണ് ചെയ്യൽ. അപ്പം നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം എടുത്തിട്ട് ഇറങ്ങുവാണ്. ഫോണും എല്ലാം കൂടി എടുത്ത് നമുക്കിന് താഴത്തോട്ടാണാവേ. അങ്ങനെ നമ്മുടെ അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ബോക്സ് റേഷൻ കടയിൽ പോയി അങ്ങനെയുള്ള എല്ലാ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ മാല ഇന്ന് കെട്ടുന്നില്ല കേട്ടോ. ഞാനിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ന് മാല കെട്ടുന്നില്ല. നമ്മൾ അടുത്ത ദിവസം മാല കെട്ടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാവേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ജാസ്മിൻ കെട്ടാനുണ്ട്. നാളെ കുറച്ച് കൊറിയർ ചെയ്യാനുണ്ട്. അത് നമുക്ക് കെട്ടിക്കഴിഞ്ഞിട്ട് കാണാവേ. അങ്ങനെ നാളത്തേക്ക് വേണ്ട ജാസ്മിൻ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ ജാസ്മിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അങ്ങനെ ജാസ്മിനൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു. ഇനി ജസ്റ്റ് ആയിട്ടൊന്ന് ഉറങ്ങാം. ഇത് മാത്രമാണ്. നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നെടുത്തും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.